ഹായ് സ്റ്റുഡൻസ്, SLC IT മോഡൽ എക്സാമിലെ CSS ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. Prepare a web page of Haritha Vidyalayam reality show as in the model. For this, make necessary changes in the file, namely harithavidyalayam.html, given in the exam and documents folder as per the instructions given below. Open the file, namely harithavidyalayam.html, in text editor and make changes in the cascading style. Apply your code color to the heading and arrange it to the center of the page. Adjust the font size of the paragraphs to 20px. Save the edited file using Save As option with your register number _ HV 2025.html as file name to the exam 10 products folder. Open this file in the web browser and display it. ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയുടെ ഒരു വെബ് പേജ് നൽകിയിരിക്കുന്ന മാതൃകയിൽ തയ്യാറാക്കുക. ഇതിനായി എക്സാം 10 ഡോക്യുമെൻറ്റ്സിലുള്ള harithavidyalayam.html എന്ന ഫയലിൽ ചുവടെ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഫയൽസ് എന്നുള്ളതെടുത്തു. ഹോമിൽ എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ ഹരിത വിദ്യാലയം എന്നുള്ള ഈ ഒരു ഫയൽ ഇത് നമ്മൾ സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ CSS ഫയലാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, കോഡിലാണ് ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പോൾ ഇത് സെലക്ട് ചെയ്തു. ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ളത് എടുക്കുക. ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ വ്യൂ ഓൾ ആപ്ലിക്കേഷൻസ് എടുക്കുന്നു. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് കാണാം. സെലക്ട് ചെയ്തു, ഇവിടെ സെലക്ട് എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു CSS ഫയൽ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്ലൈ ഈ ഒരു കോഡ് കളറാണ് ഹെഡിങ്ങിന് കൊടുക്കേണ്ടത്. ഈ ഒരു കളറാണ് നമ്മൾ ഹെഡിങ്ങിന് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് CSS കോഡ് എടുത്ത് നമ്മൾ ഹെഡിങ് എന്നുള്ളത് ഇവിടെ തന്നിരിക്കുന്നത് H1. അപ്പോൾ അതിൽ ഈ ഒരു കളർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു കളർ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് ഹരിത വിദ്യാലയം എന്നുള്ള ഹെഡിങ്ങിൽ ഈ ഒരു കോഡ് കൊടുക്കുന്നു. 00800 എന്ന് കൊടുത്തു. അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ദ ഫോണ്ട് സൈസ് ഓഫ് ദ പാരഗ്രാഫ് ടു 20px. അപ്പോൾ പാരഗ്രാഫ് എന്നുള്ളത് ഈ ഒരു ഇതിലാണ് സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഫോണ്ട് സൈസ് എന്നുള്ളിടത്ത് ഇവിടെ 10 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് 20px ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു 10 എന്നുള്ളത് ഡിലീറ്റ് ചെയ്യുക, 20px ആക്കി. ഇനി നമ്മളിത് സേവ് ചെയ്യണം. അതിനായിട്ട് ഇവിടെയുള്ള 3 ലൈൻസ്, ഈ 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഹോമിൽ എക്സാം 10 പ്രോഡക്ട്സ് എടുക്കുന്നു. ഇതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു. അതിന് ശേഷം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് HV 2025 എന്ന് കൊടുക്കാനാണ്. _HV ഹരിത വിദ്യാലയം 2025 എന്ന് കൊടുത്തു. ഇവിടെ സേവ് എന്ന് കൊടുക്കുക. .html എന്ന് വേണം സേവ് എന്ന് കൊടുക്കുക. ഇനി നമ്മളോട് ആ ഫയൽ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഫയൽസ് ഒന്ന് എടുക്കാം. അതിൽ ഹോമിൽ നമ്മളിപ്പോൾ സേവ് ചെയ്ത് എക്സാം 10 പ്രൊഡക്ട്സിൽ ഇതാണിപ്പോൾ നമ്മൾ സേവ് ചെയ്ത്. ഇതിവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്തു. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ടീച്ചേഴ്സിനെ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്ന അതേ മോഡലിൽ ആ ഫയൽ ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prepare a web page on Aramula Kannadi as in the model. For this, make necessary changes in the file, namely aramulakannadi.html, in the exam 10 documents as per the instructions given below. Changes have to be made in the file, namely aramulakannadi.html. Open this file in text editor and make necessary changes in the cascading styles. Apply ഈ ഒരു കളർ കോഡ് ടു ദ ഹെഡിങ് ആറന്മുള കണ്ണാടി ആൻഡ് അറേഞ്ച് ഇറ്റ് ടു ദ സെൻറ്റർ ഓഫ് ദ പേജ്. അപ്ലൈ ഈ ഒരു കളർ കോഡ് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പാരഗ്രാഫ്. സേവ് ദ എഡിറ്റഡ് ഫയൽ യൂസിങ് സേവ് ആസ് ഓപ്ഷൻ വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ mirror.html as file name to the exam 10 products folder. Open this file in the web browser and display it. ഇതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. ആറന്മുള കണ്ണാടിയെക്കുറിച്ചുള്ള ഒരു വെബ് പേജ് നൽകിയിരിക്കുന്ന മാതൃകയിൽ തയ്യാറാക്കുക. ഇതിനായി എക്സാം 10 ഡോക്യുമെൻറ്റ്സിലുള്ള aramulakannadi.html എന്ന ഫയലിൽ ചുവടെ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക.
ആറന്മുള കണ്ണാടി .html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് കാസ്കേഡിംഗ് സ്റ്റൈലിലാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്യാം. അതിനായിട്ട് ഇവിടെ നിന്ന് ഫയൽസ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ exam10 ഡോക്യുമെൻറ്റ്സിൽ ആറന്മുള കണ്ണാടി എന്നുള്ള ഈ ഒരു ഫയൽ അത് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എടുത്തു. ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കൊടുത്തിരിക്കുന്നത്, ഇവിടെ നമ്മളോട് ആദ്യം ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഹെഡിങ് ആറന്മുള കണ്ണാടി എന്നുള്ളത് ആ ഒരു ഹെഡിങ് സെൻറ്ററിൽ അറേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു കളർ കോഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഈ ഒരു H1 എന്നുള്ള സ്റ്റൈലിൽ ടെക്സ്റ്റ് അലൈൻ എന്നുള്ളത് ലെഫ്റ്റ് ആണുള്ളത്. അത് മാറ്റിയിട്ട് നമ്മളിവിടെ സെൻറ്ററിന് കൊടുക്കുക. ഇവിടെ സെൻറ്ററിന് കൊടുത്തു. കളർ കോഡ് എന്നുള്ളിടത്ത് ഈ ഒരു കളർ കോഡ് മാറ്റിയിട്ട് ഹാഷിന് ശേഷം 803300 എന്ന് കൊടുക്കുക. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പാരഗ്രാഫിന് കളർ കൊടുക്കാനാണ്. അപ്പോൾ പി സ്റ്റൈൽ എന്നുള്ളിടത്താണ് നമ്മൾ മാറ്റേണ്ടത്. പാരഗ്രാഫിൻ്റെ സ്റ്റൈലാണിത്. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളിടത്ത് ഈ ഹാഷ് കീക്ക് ശേഷമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള കളർ ഡിലീറ്റ് ചെയ്തു. ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് FF എന്ന് കൊടുത്തു, DD എന്ന് കൊടുത്തു, 55 എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് സേവ് ചെയ്യണം. അതിനായിട്ട് ഈ 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇവിടെ ഹോമിൽ exam10 പ്രൊഡക്ട്സ് എടുത്തു. ഇവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുത്തു. അണ്ടർസ്കോർ മിറർ എന്നാണ് കൊടുക്കാൻ പറഞ്ഞത്. അപ്പം മിറർന്ന് കൊടുക്കുക. .html എന്നുണ്ട്, മിറർന്ന് കൊടുക്കുക. .html എന്ന് വേണം. സേവ് എന്ന് കൊടുത്തു. ഇനി നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഫയൽസ് എടുത്തു. അതിൽ ഹോമിൽ exam10 പ്രൊഡക്ട്സ് എടുത്തു. ഇവിടെ നമ്മൾ ചെയ്ത് വെച്ച ഫയൽ ഇതാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യന് തന്നതുപോലെ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.